അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും സമർ മീഡിയ പ്രൊഡക്ഷൻ്റെ റയ്യാൻ റമളാനിലേക്ക് സ്വാഗതം. കാരുണ്യത്തിൻ്റെ തൂവൽ സ്പർശങ്ങൾ എന്നാണ് മറ്റൊരു അധ്യായത്തിൻ്റെ തലക്കെട്ട്. അതിൽ തന്നെ ഒരിടത്ത് നിങ്ങൾ പറയുന്നു, ഇത് മതത്തിൻ്റെ ഒരു മാനുഷിക മുഖം കൂടിയാണെന്ന്. എങ്ങനെയാണ് അതിനെ ഒന്ന് വിശകലനം ചെയ്യുക? മതങ്ങൾ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഒരനുഗ്രഹമാണ്, ഒരു സംഭാവനയാണ് കാരുണ്യബോധം. മതത്തെ വികൃതമായി അവതരിപ്പിക്കുന്ന ഒരു ലോകത്തിനപ്പുറത്ത് മതങ്ങൾക്കൊരു മാനുഷികമായ ഒരു മുഖമുണ്ട്. കാരണം മതങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയാണ്, മനുഷ്യ ജീവിതത്തിൻ്റെ സന്തുഷ്ടിക്ക് വേണ്ടിയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരുണ്യത്തിൻ്റെ തൂവൽ സ്പർശങ്ങൾ എന്ന പേരിൽ നമ്മൾ കുറിച്ചിട്ടുള്ളത്. തൂവൽ സ്പർശങ്ങളെന്ന് പറയുന്ന ഒരു വാക്ക് തിരഞ്ഞെടുക്കുമ്പം തന്നെ കാരുണ്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വാക്ക് ഏതെന്ന് ആലോചിച്ച് പോയിട്ടുണ്ട്. തൂവൽ ഒരു പ്രതീകമാണ്. പക്ഷികൾക്ക് ദൈവം തമ്പുരാൻ പല പ്രൊട്ടക്ഷനും നൽകുന്ന ദൈവത്തിൻ്റെ ഒരു കാരുണ്യമാണ് ഓരോ തൂവലും. തൂവലിൻ്റെ സ്പർശങ്ങൾ തന്നെ അതീവ ലളിതമാണ്, മനോഹരമാണ്, കുളിർമ നൽകുന്നതാണ്. നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഈ ലോകത്ത് പ്രവാചകന്മാരും കടന്നുപോയിട്ടുള്ള മഹാമനുഷ്യരും നട്ടുപിടിപ്പിച്ച നന്മയുടെ പൂമരങ്ങളിൽ നിന്നാണ് മനുഷ്യനിപ്പോൾ പലതും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. കാലഘട്ടത്തെ കണ്ടുകൊണ്ട്, മനുഷ്യരെ കണ്ടുകൊണ്ട്, അങ്ങനെ പ്രവാചകന്മാർ നട്ടുപിടിപ്പിച്ച ഏറ്റവും നല്ല പൂമരങ്ങളിലൊന്ന് കാരുണ്യത്തിൻ്റെ പൂമരങ്ങളാണ്. അതിനെ ആസ്വദിക്കുന്ന നമ്മൾ സ്വാഭാവികമായി വരുന്ന തലമുറകൾക്ക് കാരുണ്യം പകർന്നു കൊടുക്കാൻ കൂടി ശ്രമിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ കാരുണ്യത്തിൻ്റെ പൂമരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും വേണമെന്ന് ആ കൃതിയിൽ നമ്മൾ പറയുന്നുണ്ട്. കാരണം ഇന്ന് കരുണ പറ്റിയ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. മറ്റുള്ള മനുഷ്യരുടെ കാരുണ്യം ഉണ്ടെങ്കിലേ അവർക്ക് ജീവിതം പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ സ്രഷ്ടാവ് സ്വയം തന്നെ ഒരു കാരുണ്യത്തിൻ്റെ സാഗരമായി മാറുന്നത്. നമ്മൾ അള്ളാഹുവിനെ പറ്റി പഠിക്കുമ്പോൾ കാരുണ്യത്തിൻ്റെ ഒരുപാട് വശങ്ങൾ നമുക്കതിൽ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അള്ളാഹു അയച്ചിട്ടുള്ള പ്രവാചകനാവട്ടെ കാരുണ്യത്തിൻ്റെ നിറകുടമാണ്. അപ്പോൾ ഈ രണ്ട് സങ്കല്പത്തിൽ നിന്ന് നമുക്ക് മതത്തിലെ കാരുണ്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാൻ അള്ളാഹുവിൻ്റെ ഒരുപാട് കാരുണ്യം ഈ ഭൂമിയിലുണ്ട്. അള്ളാഹു തൻ്റെ കാരുണ്യത്തെ 100 ഭാഗിച്ചു. അതിലൊന്ന് മാത്രമേ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളൂ. ആ 1% ഉള്ളതുകൊണ്ടാണ് ഇവിടെ ചില മൃഗങ്ങൾ പ്രസവിച്ചിട്ട ഉടനെ അതിൻ്റെ കാലുകൊണ്ട് തട്ടി കുട്ടി മരിച്ചു പോകാതിരിക്കാൻ, ചത്തുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത്. കാട്ടിപ്പോത്തിനെ പോലെയുള്ള വലിയ ജീവികൾ കുട്ടികളെ സ്നേഹിച്ച് നക്കുകയാണെങ്കിൽ, നക്കിത്തുടക്കുകയാണെങ്കിൽ കുട്ടിയുടെ രോമം തോലും ഒക്കെ പോയി പോകും. അതുകൊണ്ടാണ് കാട്ടിപ്പോത്തിൻ്റെ കുട്ടി പ്രസവിച്ച ഉടനെ ഓടിക്കളയുന്നത് എന്ന് കേൾക്കുന്നു. അപ്പോൾ അത് ദൈവത്തിൻ്റെ മറ്റൊരു കാരുണ്യമാണ്. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കാരുണ്യം ഈ ലോകത്ത് വിളഞ്ഞ് നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഭൂമിയിലുള്ളവരോട് ദൈവം കാണിക്കുന്ന കാര്യത്തിൻ്റെ അപ്പുറത്ത് മനുഷ്യർ കാരുണ്യം കാണിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നത്, സഫലമാകുന്നത്. വിശുദ്ധ റമളാൻ മാസം കാരുണ്യത്തിൻ്റെ ഒരു മാസം കൂടിയാണ്. അതിൻ്റെ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10, കാരുണ്യത്തിൻ്റെ 10 ദിനങ്ങളാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിൽ കാരുണ്യമുണ്ടാകണം, കാരുണ്യം കരകവിഞ്ഞൊഴുകണം, മനുഷ്യൻ്റെ ഹൃത്തടങ്ങളിൽ കാരുണ്യത്തിൻ്റെ ഉറവകൾ പൊട്ടണം. അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ റമദാൻ മാസത്തിലുണ്ട്. അതാണ് നമ്മൾ ഒരു മതത്തിൻ്റെ മാനുഷിക മുഖം തിരിച്ചു പിടിച്ചുകൊണ്ട് റമദാനിനെ കാരുണ്യത്തിൻ്റെ ഒരു യഥാർത്ഥ മാസമാക്കി മാറ്റണമെന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ക്രൈസ്തവ, ഹൈന്ദവ, ഇസ്ലാമിക തത്വസംഹിതങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ കാരുണ്യത്തെക്കുറിച്ച് വലിയ വലിയ പ്രസംഗങ്ങളും പ്രഘോഷങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കാലത്തേക്കൊന്ന് നമ്മൾ കണ്ണു തിരിച്ചു നോക്കുമ്പോൾ വളരെ ക്രൂരമായ കൊലപാതകങ്ങൾ, 10 മാസം തന്നെ വയറ്റിനകത്ത് ചോരയും നീരും കൊടുത്ത അമ്മയെ ക്രൂരമായി കൊല്ലുന്ന മകൻ, പിഞ്ചു കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിയുന്ന അമ്മ, മാതാപിതാക്കളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്ന പുതിയ ന്യൂജൻ, ഇങ്ങനെ തുടങ്ങി കരുണയില്ലാത്ത ഒരു ലോകത്താണോ നമ്മൾ ജീവിച്ചു പോകുന്നത് എന്ന് നമുക്ക് തോന്നും. എവിടെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു വൈരുദ്ധ്യം? ഇത് ജനങ്ങളെ സ്വാധീനിക്കാതെ പോകുന്നത് എവിടെയാണ്? സ്വാഭാവികമായി മനുഷ്യൻ്റെ പ്രകൃതി പൈശാചികതയിലേക്കും ദൈവികതയിലേക്കും ചാൻസുള്ള ഒന്നായതുകൊണ്ട് സ്വാഭാവികമായി അത് അവരെങ്ങനെ ഈ തത്വത്തെ സ്വീകരിക്കുന്നു എന്നതിനെ അനുസരിച്ചാണ്. മതമല്ല അവിടെ കുറ്റക്കാർ. ഈ പൈശാചികതയിലേക്ക് പോകുന്ന ആളുകളിൽ കാരുണ്യബോധം വർദ്ധിപ്പിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കുകയാണ്. മതങ്ങളല്ല അവിടെ കുറ്റക്കാർ. അതിനെ നമ്മൾ ഫോളോ ചെയ്യുന്നിടത്താണ് പ്രശ്നം. ഇതുപോലെയുള്ള റമദാൻ മാസം അതിനുള്ള അവസരമാകട്ടെ എന്ന് പ്രത്യേകം തോന്നുകയാണ്. തികച്ചും കരുണ പറ്റിയ ഒരു കാലത്താണ്, കെട്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റമദാനിൻ്റെ ഈ ആദ്യ പകുതി കാരുണ്യത്തെക്കുറിച്ചാണ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും കരുണയെ തിരിച്ചു പിടിക്കാനുള്ള, അതിനെ മനോഹരമായി സമൂഹത്തിൻ്റെ ഹൃത്തടങ്ങളിൽ ആവിഷ്കരിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ പരിശുദ്ധ മാസം. തീർച്ചയായിട്ടും അത്തരം ഒരു സന്ദർഭമായി ഇതിനെ വിശ്വാസി ലോകം കാണണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മാന്യ പ്രേക്ഷകർക്ക് റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം. റയ്യാൻ റമദാനിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ആകാശവാണി നിലയത്തിലെ കാഷ്വൽ അനൗൺസർ അശ്വിൻ KV ആണ്. അശ്വിൻ KV ഫ്രണ്ട്സ് ഓഫ് നേച്ചർ എന്ന പരിസ്ഥിതി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. നമുക്ക് അദ്ദേഹത്തെ റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം ചെയ്യാം. റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം. താങ്ക് യു. താങ്കൾ റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അറിയാൻ കഴിഞ്ഞു. എന്താണ് ഈ ഒരു നോമ്പ് അനുഷ്ഠിക്കാനുള്ള പ്രചോദനം? എൻ്റെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും തിളക്കമാർന്ന ഒരു അനുഭവമാണ് ഈ റംസാൻ മാസത്തെ ഒരു നോമ്പ് നോൽക്കുക എന്ന് പറയുന്ന ഒരു സംഗതി. ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ ഒരുപാട് കഥകളിലൊക്കെ കേൾവി മാത്രമുണ്ടായിരുന്ന ഒരു സംഗതിയാണ് ഈ വ്രതശുദ്ധി എന്നൊക്കെ പറഞ്ഞ്. തീർച്ചയായും എൻ്റെ മതത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണെങ്കിൽ പോലും പല സമയത്തും എനിക്ക് അത് അനുഭവിക്കാനുള്ളൊരു യോഗം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അതിനുശേഷം എൻ്റെ ബിരുദ പഠനത്തിന് വേണ്ടി മലപ്പുറത്ത് എത്തിയ സമയത്താണ് ഈ മതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ച. റമളാൻ മാസത്തിൽ എല്ലാവരും ഒരുപോലെ വ്രതം നോൽക്കുന്നു. കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ എല്ലാവരും ആ ഒരു ചിട്ടയോടുകൂടി മനസ്സ് അർപ്പിച്ച് നിൽക്കുന്ന ആ ഒരു കാഴ്ച. തുടക്കത്തിലൊക്കെ ഒരുപാട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവരെല്ലാവരും ഒരേ മനസ്സോടു കൂടി ആയിരിക്കുമോ, പൂർണ്ണ മനസ്സോടെ ആയിരിക്കുമോ ഇത് അനുഷ്ഠിക്കുന്നതെന്ന്. പിന്നീട് എനിക്ക് തന്നെ വലിയൊരു ആഗ്രഹം തോന്നി. ഇത് ആത്മാവിന് ഭക്ഷണം നൽകുന്ന ഒരു സമയമാണ് വ്രതം. അവിടെ ശരീരത്തിനെ നമ്മൾ ശുദ്ധിയാക്കി ആത്മാവിലുള്ള പാപങ്ങൾ കഴുകിക്കളഞ്ഞ് മനസ്സിന് വേണ്ട വിധം ആഹാരം കൊടുത്ത് ഒരു പുതിയ മനുഷ്യനായി വീണ്ടും റെജുവിനേറ്റ് ചെയ്ത് വരുന്നൊരു കാഴ്ചയാണ്.
തീർച്ചയായിട്ടും അപ്പോൾ ഒരു കൊല്ലത്തോളം ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഇവിടുത്തെ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഈ ഒരു വ്രതകാലം മുഴുവനും അവരുടെ ഒപ്പം വ്രതം നോറ്റ അതിൻ്റെ ഒരു അനുഭവം ശരിക്കും രുചിച്ചറിഞ്ഞു എന്ന് തന്നെ പറയാം. ഏകദേശം എത്ര കാലമായിട്ടുണ്ടാവും? ഇവിടെ വന്നതിന് ശേഷമാണോ നോമ്പെടുക്കാൻ തുടങ്ങിയത്? തീർച്ചയായിട്ടും ഞാൻ ഇവിടെ 2 കൊല്ലമാണ് PG ചെയ്തത്. അതിൽ ആദ്യത്തെ കൊല്ലം ഞാൻ ഒരുപാട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചെങ്കിലും പ്രാക്ടിക്കലായി ഇതിലേക്ക് ഇറങ്ങാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കി എന്നിൽ നിന്ന് എന്തൊക്കെയോ വ്യത്യസ്തമാവുന്നുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ആ ഒരു സമയത്ത്. അവിടെ ഞാൻ കാണുന്ന കളിച്ച് ചിരിച്ചിരിക്കുന്ന സുഹൃത്തുക്കളല്ല അവർ. അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് കഴിഞ്ഞിട്ടാണ് ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിക്കുന്ന മനുഷ്യന്മാരുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്. എല്ലാവരും ഒരേ രീതിയിലാണ്. തീർച്ചയായിട്ടും എൻ്റെ സുഹൃത്തുക്കൾ വ്രതമനുഷ്ഠിച്ച് ഒന്നും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് എനിക്ക് പ്രാക്ടിക്കലി വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു, വല്ലാത്തൊരു സങ്കടമായിരുന്നു. കാരണം അവരുടെ മുന്നിലിരുന്ന് ചായ കുടിക്കാൻ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. കോഴിക്കോട് നിരത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നടക്കുന്ന സമയത്ത് വായിൽ വരുന്ന ഉമിനീര് പോലും തുപ്പിക്കളഞ്ഞുകൊണ്ട് അള്ളാ പടച്ചോനെ കാക്കണമേ എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യന്മാർ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അതൊരിക്കൽ എന്തായാലും അനുഭവിച്ചറിഞ്ഞേ പറ്റൂ എന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ എടുത്തതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരു നോമ്പുകാലം അവരുടെ ഒപ്പം നോറ്റു. ഇപ്പോൾ അശ്വിൻ ജനിച്ചു വളർന്ന മതത്തിനകത്തും ഒരു നോയമ്പിൻ കാലമുണ്ട്. ആ ഒരു നോയമ്പിൻ കാലത്തെ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? ബേസിക്കലി ഞങ്ങൾ ബ്രാഹ്മണന്മാരാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു മതം അല്ലെങ്കിൽ ഹിന്ദു മതം വിശാലമായി പറയാം നമുക്ക്. അവിടെ ഒരു നോമ്പിൻ്റെ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് മനസ്സിലേക്ക് വരുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. എല്ലാ ഹിന്ദു മതസ്ഥരെക്കുറിച്ചും അവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അമ്മമാരാണ് ഏറ്റവും അധികം ഈ ഒരു മതത്തിൽ നോമ്പ് നിൽക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഇതിൽ തിങ്കളാഴ്ച വ്രതം എന്നൊക്കെ പറയുന്നത് പോലെ പല തരത്തിലുള്ള പല സമയങ്ങളിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന പല കാര്യസിദ്ധിക്ക് വേണ്ടി ഉള്ള വ്രതങ്ങളാണ്. അപ്പോൾ പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ഇസ്ലാം മതത്തിലെ ഇങ്ങനെ ഒരു ചിട്ട ഉള്ളതുപോലെ ഒരു സംഗതി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്കത് മനസ്സിലാവില്ല, അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അമ്മമാരങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒക്കെ അമ്മമാർ ഒരുപോലെയാണ് ആ കാര്യത്തിൽ. അപ്പോൾ അമ്മമാരുടെ നോമ്പാണ് മറ്റേത് നോമ്പിനേക്കാളും എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു മതത്തിൽ ഓർമ്മയായി നിൽക്കുന്നത്. കുട്ടിക്കാലം മുതലേ ഉണ്ട്, പല സമയങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നും ഞാൻ കാണുന്നുണ്ട്. ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ പോലും ഈശ്വര കാത്തോളണേന്ന് പറഞ്ഞ് അമ്മ വ്രതം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഇപ്പോൾ ഒരു നോയമ്പിൻ കാലം എങ്ങനെയാണ് അതിൻ്റെ രീതികളൊക്കെ? ഞങ്ങളുടെ ഒരു നോമ്പിൻ കാലത്തിൻ്റെ രീതികൾ ഇപ്പോൾ മുസ്ലിങ്ങളുടെ നോമ്പിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ നോമ്പിൻ കാലത്തെയും എങ്ങനെയാണ് അതിനൊക്കെ താരതമ്യം ചെയ്യുന്നത്? താരതമ്യം ചെയ്യേണ്ടതില്ല, പക്ഷെ എങ്ങനെയാണ് അത്, അതിൻ്റെ രീതികൾ എന്തൊക്കെയാണ്? എനിക്ക് തുറന്നു പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഇസ്ലാമിക മതത്തിനെ തട്ടിച്ചു നോക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് കുട്ടിക്കാലം മുതൽ ഇപ്പം മദ്രസയിൽ പോക്ക് മുതൽ ഒരുപാട് ചിട്ടകൾ, അതൊരിക്കലും അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സംഗതിയായി ആരും തന്നെ കണ്ടതായി എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ ഞങ്ങളുടെ മതത്തിലേക്ക് വരുമ്പോഴത്തേക്കും പലപ്പോഴും ഇത് വൈകുണ്ഠം ഏകാദശി ആ സമയത്ത് നോമ്പ് നോൽക്കുക, കുട്ടികളെയൊക്കെ സംബന്ധിച്ച് അവരെ നമുക്ക് പറഞ്ഞ് ഇതുപോലെ ചെയ്യിക്കാൻ പറ്റില്ല. കാരണം ചെയ്യിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഇന്നത്തെ കാലത്ത്. പലപ്പോഴും അവർക്ക് ഇതിൻ്റെ ഒരു വ്രതശുദ്ധി എന്താണ്, ഇതിൻ്റെ പുറകിലുള്ള ഒരു ആശയം എന്നുള്ളത് അവർക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ മലപ്പുറത്തേക്കോ കോഴിക്കോടേക്കോ വരുമ്പോൾ ആശയം മനസ്സിലാക്കിക്കൊണ്ട് പലരും കരയുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ അത് തീർച്ചയായും എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഞങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴും വളരെ വിരളമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു വ്രതത്തിൻ്റെ ശുദ്ധി, വ്രതശുദ്ധി എന്ന് പൂർണ്ണ രൂപത്തിൽ പറയുന്ന രീതിയിൽ വ്രതം നോൽക്കുന്നവർ എത്രയുണ്ട് എന്നുള്ളത്. സന്തോഷം. ഈ റയ്യാൻ റമദാനിൻ്റെ ഈ സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സെഗ്മെൻറ്റിൽ അശ്വിൻ KV നമ്മോടൊപ്പം ഉണ്ടാകും. അസ്സലാമു അലൈക്കും. റയ്യാൻ റമദാനിലേക്ക് ഏവർക്കും സ്വാഗതം. മജ്ലിസ് റയ്യാനിൽ ഇന്ന് ആദ്യത്തെ ചോദ്യം പതിവ് പോലെ ടീം എയോട്.
തീ വിറകിനെ തിന്നുന്നത് പോലെ ഒരു ചീത്ത സ്വഭാവം പുണ്യകർമ്മത്തെ തിന്നു നശിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്താണ് ആ ചീത്ത സ്വഭാവം? അസൂയ. അസൂയ. ഉത്തരം ശരിയാണ്. ടീം ബി തയ്യാറാണോ അടുത്ത ചോദ്യത്തിന്? തയ്യാറാണ്. ചരിത്രത്തിൽ ഒരിക്കൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്തത്ര ക്ഷേമരാഷ്ട്രമായി ഇസ്ലാമിക നാട് മാറി. ആരുടെ ഭരണകാലത്താണ് ഇത് സംഭവിച്ചത്? ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഉത്തരം ശരിയാണ്. ഉമർ രണ്ടാമൻ, അതായത് ഉമർ ബിൻ അബ്ദുൽ അസീസ്. വീണ്ടും നമുക്ക് ടീം എയുടെ അടുത്തേക്ക് പോവാം. ടീം എ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ നബിയ്യ ബഅദി. എന്താണ് ഈ പ്രവാചക വചനത്തിന്റെ അർത്ഥം? ലാ നബിയ്യ ബഅദി. എനിക്ക് ശേഷം മറ്റൊരു പ്രവാചകനില്ല. ഉത്തരം ശരിയാണ്. എനിക്ക് ശേഷം മറ്റൊരു പ്രവാചകനില്ല. മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകനാണ്. അദ്ദേഹത്തിന് ശേഷം മറ്റൊരു പ്രവാചകനും വരാനില്ലെന്ന് മുസ്ലിം സമൂഹം ഏകകണ്ഠമായി വിശ്വസിക്കുന്നു. മുഹമ്മദ് നബിക്ക് ശേഷം പ്രവാചകനായി വന്ന ആരെയും മുസ്ലിം സമൂഹം പ്രവാചകനായി അംഗീകരിച്ചിട്ടില്ല. അത്തരക്കാരോട് ഖലീഫമാർ യുദ്ധം പ്രഖ്യാപിച്ച സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ പ്രവാചക വചനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. വളരെ കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബിയെ മകനായി ലഭിച്ചത്. ഒരു ഘട്ടത്തിൽ ആ മകനെ അറുക്കാൻ വരെ ഇബ്രാഹിം നബി തയ്യാറായിരുന്നു. ആ ഇസ്മായിൽ നബിയുടെ മാതാവിന്റെ പേരെന്താണ്? ഹജറ ബീവി. ഹാജറ ബീവി. ഉത്തരം ശരിയാണ്. അങ്ങനെ ഇന്നത്തെ സെഗ്മെന്റിൽ 2 ടീമും 2 പോയിന്റ് വീതം നേടി വിജയികളായിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ഒരു നല്ല ഗാനം ആസ്വദിച്ചുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാം.